ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ഒരു ആംബുലൻസിന് മുന്നിലെ കൂടി വഴിതെളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാറാണ് ആ വൈറൽ താരം. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് തൃശൂരിൽ നിന്ന്. നമ്മളിപ്പോൾ കണ്ട ആ വീഡിയോയിലെ വൈറൽ താരം നമ്മളോടൊപ്പം ചേരുകയാണ്. തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ ASI ആണ്. ഏത് സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഇടയാക്കിയ ഒരു പശ്ചാത്തലം? നമസ്കാരം, ഞാൻ അപർണ, തൃശ്ശൂർ സിറ്റി വനിതാ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾ പിങ്കിൻ്റെ വണ്ടിയിൽ കോലത്തുംപാടത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അശ്വിനി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടാവും. ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിലായിട്ട് ഒരു ആംബുലൻസിൻ്റെ സൈറൻ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഇത് വെക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൽ ഭയങ്കര വിജിലൻ്റ് ആവും. നോക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കുറച്ച് പോയപ്പോൾ അതവിടെ സ്റ്റക്കായി, കാരണം നല്ല ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്തില്ലെങ്കിൽ അത് പോവില്ല എന്നുള്ള അവസ്ഥ വന്നു. ആസ് യൂഷ്വൽ ഇറങ്ങി പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു. എല്ലാ വണ്ടിക്കാരും നല്ല സഹകരണമായിരുന്നു. പറയുമ്പോഴത്തേനും അവർ വണ്ടിയൊക്കെ ഒതുക്കി പെട്ടെന്ന്. അപ്പോൾ ഞാനല്ല, എൻ്റെ സ്ഥാനത്ത് ഏത് പോലീസാണെങ്കിലും നമ്മളതേ ചെയ്യത്തുള്ളൂ. കുറേ ദൂരം ഓടി, ഒരു 100 മീറ്ററോളം. ഓട്ടോറിക്ഷക്കാരൊക്കെ പെട്ടെന്ന് തട്ടി മാറ്റി. പെട്ടെന്ന് അവർ ഇത് വെക്കുമ്പോഴേ അവർ സൈറൻ കേട്ട ആക്ച്വലി ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും അങ്ങനെ ഒതുക്കി. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയത്. അപ്പോൾ അതിൽ ആ മെഡിഹബ് എന്ന് പറഞ്ഞിട്ടൊരു ആംബുലൻസ് സർവീസ് ആയിരുന്നു. അവരുടെ ആയിരുന്നു ആംബുലൻസ്. അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഡ്രൈവർ കൂടാതെ വേറൊരു പയ്യനുണ്ടായിരുന്നു. പുള്ളിയാണ് വീഡിയോ എടുത്തത്. ഇന്നലെ അവർ വിളിച്ചുകൊണ്ടാണ് അവരാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു രോഗിയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കായിരുന്നു. വീഡിയോ പിന്നീട് ഇപ്പോൾ വൈറലാണ്. അപ്പം നിലത്ത് ഇറങ്ങിയിട്ടില്ലേ, എപ്പോഴും ഞാൻ എയറിലാണ്. ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ കമ്മീഷണറും ഞങ്ങളുടെ ACP ഒക്കെ വിളിച്ചിട്ടാണ്. ഭയങ്കര കോപ്പറേറ്റീവാണ് ഞങ്ങളുടെ കമ്മീഷണർ, അതുപോലെ തന്നെ ACP സാറും. എനിക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പെർമിഷൻ തന്നത് ഞങ്ങളുടെ സാറാണ്, ഇളങ്കോ സാറാണ്. GSC ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യ സംഭവമല്ല, അതായത് നേരത്തെ ഒല്ലൂർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അന്ന് അതൊന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല, പക്ഷെ അത് അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണല്ലേ? അത് ഡ്യൂട്ടിക്കിടയിൽ തന്നെയായിരുന്നു. അന്ന് ഞാൻ സർവീസിൽ കയറിയിട്ട് അധികം ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. 2002 ഞാൻ സർവീസിൽ 6 കൊല്ലമായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് എന്താ പറയുക, ആ സിറ്റുവേഷനിൽ യൂണിഫോമിൽ നമുക്ക് കരയാൻ പറ്റില്ല. എൻ്റെ വീട്ടിലാണ് അങ്ങനെ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോഡി കൊണ്ടുപോകാൻ പറ്റാണ്ട്, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ബോഡി റിലീസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞാൽ. എന്തായാലും ഇതാണ് നമ്മൾ പറഞ്ഞ വൈറൽ താരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാണ് ആ വീഡിയോയും അതോടൊപ്പം ആ വീഡിയോ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് ആവശ്യം. ഈ സാഹചര്യം അറിഞ്ഞ് പെരുമാറുക. അപർണ ലവകുമാർ, താങ്കൾ ചെയ്ത് വലിയൊരു കാര്യമാണ്. ചെറിയ കാര്യമായിട്ട് ആർക്കും തോന്നില്ല. കാരണം ഒരു ആംബുലൻസിന് തിരക്കിനിടയിൽ വഴിയൊരുക്കി അതിനുള്ളിൽ രോഗിയുണ്ടല്ലോ, ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി താങ്കൾ മാറി. ഒരു അപർണ ലവകുമാർ, താങ്കൾക്ക് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട്.